അവർ വിചാരിച്ചത് കഴിഞ്ഞ രാത്രിയിൽ തങ്ങളെ ആക്രമിക്കുവാനെത്തിയ 4 സംഘത്തിൻ്റെ ജീപ്പായിരിക്കും അതെന്നായിരുന്നു. എന്നാൽ മൂടിയില്ലാത്ത ആ ജീപ്പിൻ്റെ ഡ്രൈവിംഗ് സീറ്റിൽ മധ്യവയസ്കരായ ഒരാൾ ഇരിക്കുന്നതാണ് ശിവനും ചൈതന്യയും കണ്ടത്. പാൻറ്റും കൈയില്ലാത്ത ബനിയനും വേഷം, പിരിച്ചുവച്ചിരിക്കുന്ന മീശ, കടിച്ചു പിടിച്ചിരിക്കുന്ന ചുരുട്ട്, ഉണ്ടക്കണ്ണുകൾ, പതിഞ്ഞ മൂക്ക്, കഷണ്ടിക്കയറിയ തല, മുഖത്ത് അങ്ങിങ്ങ് കറുത്ത പാടുകൾ. ആൾക്കാർ ഭവ്യതയോടെ അയാളുടെ മുന്നിൽ നിന്നു. അയാളാകട്ടെ നോക്കിയത് ചൈതന്യയെ മാത്രം. അവൾ തല കുനിച്ചു. ആ നോട്ടം ശിവനും ഇഷ്ടമായില്ല. "ആരാ നിങ്ങൾ?" അയാൾ തിരക്കി. അവർ മറുപടി പറഞ്ഞില്ല. "ചോദിച്ചത് കേട്ടില്ലേ?" ശിവൻ തലയിളക്കി. അപ്പോഴേക്കും ആരോ പറഞ്ഞു കഴിഞ്ഞു. "പുതിയ ആൾക്കാരാ മുതലാളി, ഇവിടെ ആരാണ്ടെ കാണാൻ വന്നതാ." അമർത്തിയ മോള്. "പിന്നെ എല്ലാവരും എന്തിനെവിടെ തടിച്ചുകൂടി നിൽക്കുന്നത്?" ടാങ്കർ കുട്ടിയെ ഇടിക്കാൻ തുടങ്ങിയ കഥ അവർ പറഞ്ഞു കേൾപ്പിച്ചു. "ഓഹോ." ഒന്ന് തല കുലുക്കിയിട്ട് അയാൾ ജീപ്പ് മുന്നോട്ടെടുത്തു. അതിനു മുൻപ് ഒന്നുകൂടി ചൈതന്യയെ നോക്കാനും അയാൾ മറന്നില്ല. "ആരാണത്?" ജീപ്പ് അകന്നു പോയപ്പോൾ ശിവൻ ഒരാളോട് ചോദിച്ചു. "ആൽബർട്ട് മുതലാളി, മദ്യവ്യവസായിയാ. അദ്ദേഹത്തിൻ്റെ ടാങ്കറാ ഇതുവഴി പോയത്." സംസാരത്തിൽ നിന്നും അയാൾ ഇവിടുത്തെ കിരീടം വയ്ക്കാത്ത രാജാവാണെന്ന് ശിവൻ മനസ്സിലാക്കി. ചൈതന്യയെ നോക്കിയ ആ ഭാവം ശിവൻ്റെ മനസ്സിൽ ഒരു കരട് പോലെ തങ്ങി നിന്നു. അവർ വീണ്ടും ക്ലിനിക്കിലേക്ക് കയറി. അതിനു പുറകിൽ ഉണ്ടായിരുന്ന മറപ്പുരയിൽ നിന്ന് ശിവൻ കുളിച്ചു. അവിടുത്തെ വെള്ളം ശരീരത്തിൽ വീണപ്പോൾ ചൊറിയുന്നതായി അവന് തോന്നി. മാറ്റി ധരിക്കാൻ പോലും വസ്ത്രമില്ലായിരുന്നു. ശാരദ ഒരു പഴയ കൈലി കൊടുത്തു. ചൈതന്യ ശിവൻ്റെ വസ്ത്രങ്ങൾ കഴുകിയിട്ടു. ശാരദ അവർക്ക് ഭക്ഷണം നൽകി. ഇതിനിടെ തൻ്റെ സുഹൃത്തിൻ്റെ മേൽവിലാസം അവരോട് ചോദിച്ച് ശിവൻ മനസ്സിലാക്കി. ആ തെരുവിൽ തന്നെയാണ്. ഇടവഴിയിലൂടെ ഇത്തിരി പോയാൽ മതി. ഒരു നിര കെട്ടിടങ്ങൾക്ക് പിന്നിലാണ്. ഉച്ചഭക്ഷണം കൂടി കഴിച്ചു കഴിഞ്ഞപ്പോഴേക്കും ശിവൻ്റെ വസ്ത്രങ്ങൾ ഉണങ്ങി. ശാരദയോട് യാത്ര പറഞ്ഞ് അവർ ഇറങ്ങി. അവർക്ക് വഴി കാട്ടുവാൻ ശാരദ ഒരാളെ ഏർപ്പാടാക്കിയിരുന്നു. അവർ നടന്നു. തെരുവിലെ പീടികൾക്ക് മുന്നിൽ ഈച്ചകളുടെ പ്രളയമായിരുന്നു. വൃത്തികെട്ട ആ തെരുവിൽ ഇല്ലാത്തവയൊന്നുമില്ല. റോഡിൻ്റെ ഓരത്ത് വെച്ച് പലഹാരം ഉണ്ടാക്കി വിൽക്കുന്നവർ ആരാധനയോടെ അവരെ നോക്കി. ശിവൻ ചിരിച്ചു. അവർ ഇടവഴിയിലേക്ക് തിരിഞ്ഞു. മുട്ടോളം ഉയരത്തിൽ കെട്ടിക്കിടക്കുന്ന ചെളിവെള്ളത്തിൽ കൂടിയുള്ള യാത്ര, പുഴുക്കളും മറ്റും തങ്ങളുടെ കാലുകളിൽ അരിച്ചു കയറുന്ന അനുഭവം ഇരുവർക്കുമുണ്ടായി. പഴകി ദ്രവിച്ചു തുടങ്ങിയ ഒരു ചെറിയ വീടിന് മുന്നിൽ വഴികാട്ടി നിന്നു. "ഇതാണ്." ശിവൻ അമ്പരപ്പോടെ ഇവിടേക്ക് നോക്കി. മുറ്റത്ത് കുറേ കളിപ്പാട്ടങ്ങൾ കൂട്ടിയിരിക്കുന്നു. കീറിയ വസ്ത്രങ്ങൾ ഒരു കമ്പിയിൽ അലക്കി വിരിച്ചിട്ടിരിക്കുന്നു. തൻ്റെ സുഹൃത്തിൻ്റെ വാസസ്ഥാനം അതാകുവാൻ ഇടയില്ലെന്ന് ശിവൻ ചിന്തിച്ചു. കാരണം നല്ലൊരു തുക ശമ്പളം കിട്ടുന്ന സർക്കാർ ജോലിയാണ് അവനെന്നാണ് പറഞ്ഞിരുന്നത്. ശിവൻ പിന്തിരിവാൻ ഭാവിച്ചു. "എന്തേ?" വഴികാട്ടിക്ക് വിസ്മയം. "ഏയ്, ഈ വീടല്ല. അഡ്രസ് പ്രകാരമുള്ള വീട് ഇത് തന്നെയാണ്." അവൻ്റെ വീട് 2 നിലയാണ്. ടിവിയും വിസിപിയും ഫ്രിഡ്ജുമൊക്കെയുള്ള വീട്. അത് കേട്ട് വഴികാട്ടി ചിരിച്ചു. "അതൊക്കെയുള്ള 2 വീടുകൾ മാത്രമേ ഈ ഗ്രാമത്തിലുള്ളൂ. ഒന്ന് ആൽബർട്ട് മുതലാളിയുടേതും മറ്റേത് മജീദ് ദാദയുടേതും." "മജീദ് ദാദയോ? ആരാണയാൾ?" "ഈ ഗ്രാമത്തിലെ രാജാവ്." ശിവന് അതിശയം തോന്നി. വടക്കേ ഇന്ത്യയിലേതുപോലെ ഈ കേരളത്തിലും ഗ്രാമം ഭരിക്കുന്ന റൗഡികളോ? "ഇവിടെ വരെ വന്ന സ്ഥിതിക്ക് ഇവിടെയൊന്ന് അന്വേഷിക്കുന്നത് തെറ്റില്ലല്ലോ ശിവ," ചൈതന്യ പ്രോത്സാഹിപ്പിച്ചു. മനസ്സോടെയല്ല ശിവൻ ആ മുറ്റത്തേക്ക് കാൽ വെച്ചത്. "ഏയ്." വാതിൽക്കൽ ഒരു മുഖം പ്രത്യക്ഷപ്പെട്ടു. തടിച്ചു കൊഴുത്ത്, മേധസ്സു മുറ്റിയ മുഖം. "എന്നാ?" ശിവൻ ഒന്ന് പതറിയപ്പോൾ വഴികാട്ടി രക്ഷയ്ക്കെത്തി. "അണ്ണനെ കാണാൻ വന്നതാ." "ആരാ?" അകത്തുനിന്നും പുരുഷ ശബ്ദം. ഒപ്പം ഒരാൾ പുറത്തേക്ക് വരികയും ചെയ്തു. ശിവൻ്റെ തലച്ചോറിൽ ഒരു പെരുപ്പുണ്ടായി. വിജയരാജൻ, തൻ്റെ സുഹൃത്ത്. മുന്നിൽ ശിവനെയും ചൈതന്യയെയും കണ്ട് അവനും ഒരു നിമിഷം അമ്പരന്ന് നിന്നുപോയി. പിന്നെ മുഖത്തെ ജാളി മറച്ച് പുറത്തേക്ക് ഇറങ്ങി വന്നു. "ശിവ, നിങ്ങൾ?" "നിന്നെ തിരക്കി വന്നതാ." "അതിൻ്റെ ആവശ്യമുണ്ടായി. പോകാൻ മറ്റൊരിടം അറിഞ്ഞുകൂടാത്തതുകൊണ്ടാ." "ചൈതന്യ, ഒന്നിച്ച് നാടുവിട്ടതാ. നിനക്ക് സർക്കാർ ജോലിയാണെന്ന് പറഞ്ഞിട്ട്." "അകത്തിരിക്കുന്ന സ്ത്രീ ആരാ?" "എൻ്റെ ഭാര്യ." "ആ, ഒക്കെ പറയാം. ഏതായാലും നിങ്ങൾ അകത്തേക്ക് വാ." വഴികാട്ടി പിൻവാങ്ങി. വിജയരാജൻ അവരെ അകത്തേക്ക് നയിച്ചു. ഒരു ഇടുങ്ങിയ മുറി. വാതിലിന് അടുത്ത് തന്നെ കുത്തിയിരിക്കുകയാണ് ആ സ്ത്രീ. കയ്യിൽ ചുണ്ണാമ്പു തേച്ച വെറ്റില. "കനകമ്മേ, ഇവർ നാട്ടിൽ നിന്ന് വരികയാ." അത് കേട്ടപ്പോൾ അവളുടെ മുഖം കറുത്തു. വിജയരാജൻ അത് മറയ്ക്കാൻ എന്നവണ്ണം ഒരു കീറിയ പായ എടുത്ത് അവർക്ക് മുന്നിലായി തറയിൽ വിരിച്ചു. "ഇരിക്കിൻ." "കനകമ്മേ, ഇവർക്ക് കഴിക്കാൻ എന്തിരിപ്പുണ്ട്?" മറുപടി പറയുന്നതിന് താമസമുണ്ടായി. കാരണം ആ സ്ത്രീ അടയ്ക്കയും വെറ്റിലയും വായിൽ തിരുകി കഴിഞ്ഞിരുന്നു. "ഞങ്ങൾ ഭക്ഷണം കഴിച്ചതാണ്," ശിവൻ അറിയിച്ചു. വിജയരാജൻ്റെ മുഖത്ത് ആശ്വാസം. കനകമ്മ ഒരു വിധത്തിൽ തൻ്റെ തടിച്ച ശരീരത്തെ അവിടെ നിന്ന് ഉയർത്തിയെടുത്തു. അകത്തേക്കുള്ള വാതിൽ കടക്കുവാൻ കൂടി അവർക്ക് ബുദ്ധിമുട്ടായിരുന്നു. "നിങ്ങൾ എങ്ങനെ ഇവിടെ എത്തി?" വിജയരാജൻ തിരക്കി. ശിവൻ ഉണ്ടായത് മുഴുവൻ പറഞ്ഞു. "നിങ്ങൾ ഒരിക്കലും ഇവിടേക്ക് വരേണ്ടിയിരുന്നില്ല. ഞാൻ പറയാതെ തന്നെ കുറേയേറെ കാര്യങ്ങൾ നിങ്ങൾക്ക് മനസ്സിലായി കഴിഞ്ഞു കാണുമല്ലോ. ഭൂമിയിലെ നരകം യഥാർത്ഥത്തിൽ ഇവിടെയാണ്. ബോംബെയിലെയും ബാംഗ്ലൂരിലെയും ചുവന്ന തെരുവുകളേക്കാൾ കഷ്ടമാണിവിടം. വേശ്യാവൃത്തിയിൽ ഏർപ്പെടാത്ത ഒരു സ്ത്രീ പോലും ഇവിടെയുണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല. എൻ്റെ ഭാര്യ പോലും."
വിജയ, ശിവൻ അമ്പരപ്പോടെ വിളിച്ചു. അതേടാ. വിജയരാജൻ്റെ സ്വരം പതറി. കേൾക്കുമ്പോൾ ഞെട്ടിപ്പോകും, പക്ഷെ സത്യമാണ്. എൻ്റെ കിടക്കയിൽ നിന്നും എണീറ്റ് അവൾ പരപുരുഷനു വേണ്ടി ഉടുത്തുണി കഴിക്കുന്നത് കണ്ണുകൊണ്ട് കണ്ടു കിടക്കേണ്ടി വന്ന ഭർത്താവാണ് ഞാൻ. അവൻ്റെ കണ്ണുകൾ നിറഞ്ഞു തുളുമ്പി. കഴിഞ്ഞ തവണ നീ വന്നപ്പോൾ വിവാഹകാര്യമൊന്നും എന്നോട് പറഞ്ഞില്ലല്ലോ. അത് കഴിഞ്ഞായിരുന്നു ഇത്. ഒക്കെ വേണ്ടി വന്നു. അല്ലെങ്കിൽ ഞാനിന്ന് ഈ തെരുവിലെ ഏതെങ്കിലും ഓടയിൽ ചീഞ്ഞളിഞ്ഞു കിടന്നേനെ. അതാണ് ഇവിടുത്തെ നിയമം. നിന്നോടും വീട്ടിലുള്ളവരോടുമൊക്കെ ഞാൻ കള്ളം പറഞ്ഞതാണ് സർക്കാർ ജോലിയുണ്ടെന്ന്. ഇവിടെ നിന്നും കളിപ്പാട്ടവും മറ്റും പട്ടണത്തിൽ കൊണ്ടുപോയി വിറ്റ് കിട്ടുന്ന ചില്ലിക്കാശാണ് എൻ്റെ വരുമാനം. സംസാരിച്ചിരുന്ന സമയം പോയതറിഞ്ഞില്ല. ഇനി എന്താണ് നിങ്ങളുടെ തീരുമാനം? വിജയരാജൻ തിരക്കി. ശിവനും അത് തന്നെ ചിന്തിക്കുകയായിരുന്നു. ഏതായാലും നാട്ടിലേക്കില്ല. ഇനി മറ്റൊരിടത്തേക്ക് പോകാൻ ഞങ്ങളുടെ കയ്യിൽ അധികം സാമ്പത്തികവുമില്ല. ചൈതന്യയാണ് മറുപടി പറഞ്ഞത്. താമസം കണ്ടുപിടിക്കണം. എങ്കിൽ നമുക്ക് പുറത്തേക്കിറങ്ങാം. എവിടെയെങ്കിലും ഇടം കിട്ടുമോ എന്ന് നോക്കാം. ചൈതന്യം ഇവിടെ ഇരിക്കട്ടെ. ഒരിടം കണ്ടെത്തിയിട്ട് കൂട്ടിക്കൊണ്ടു പോകാം. വേണ്ട. ശിവൻ്റെ അഭിപ്രായത്തെ വിജയരാജൻ എതിർത്തു. ഇവിടെ ഇവൾ സുരക്ഷിതയല്ല. നമ്മൾ പോയി കഴിയുമ്പോൾ ഇവളെ ആർക്കെങ്കിലും കൂട്ടിക്കൊടുക്കാനും കനകമ്മ മടിച്ചെന്ന് വരില്ല. സ്വരം താഴ്ത്തിയാണ് അവനത് പറഞ്ഞത്. ശിവൻ്റെയും ചൈതന്യയുടെയും കണ്ണ് തള്ളിപ്പോയി. കനകമ്മേ, ഞങ്ങൾ പുറത്തേക്കിറങ്ങുന്നു, വിജയരാജൻ വിളിച്ചു പറഞ്ഞു. അതിന് യാതൊരു പ്രതികരണവും ഉണ്ടായില്ല. അവൾ പുറത്തേക്ക് വന്നതുമില്ല. വിജയരാജനും ശിവനും ചൈതന്യയും ഇടുങ്ങിയ വഴിയിലൂടെ റോഡിലെത്തുമ്പോൾ അവിടമാകെ ബഹളമായിരുന്നു. നിലവിളികളും അട്ടഹാസങ്ങളും പുലമ്പി പറച്ചിലുമൊക്കെ തെരുവിൽ മുഴങ്ങി.